ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഷെഫിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന്. കാരണം നമ്മുടെ കേക്ക് മേള വ്യൂവേഴ്സിന് ഷെഫിനെ നല്ല പരിചയമുണ്ട്, പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ പറയാണ്, കൊച്ചി ഗോകുലം പാർക്കിലെ പേസ്ട്രി ഷെഫ് മിസ്റ്റർ അശോക് കുമാറാണ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്. ഹായ് ഷെഫ്. ഹലോ. ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് കാണാമല്ലോ. സാധാരണ ഷെഫ് വലിയ സംഭവങ്ങളൊക്കെയാണ് കൊണ്ടുവരാറ്. ഇന്ന് നമ്മളുടെ ഇത് പ്രോസസ്സ് കുറവാണ് എന്ന് പറയാൻ വയ്യ, എങ്കിലും 1-2 പ്രോസസ്സ് ഉണ്ട്. ഒത്തിരി ഉണ്ട്. ഇത് ഫസ്റ്റ് പ്രോസസ്സിനുള്ള കാര്യങ്ങളേ ആയിട്ടുള്ളൂ. കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഇവിടെ. ഓക്കെ. ഞാൻ ഇത് കണ്ടപ്പോൾ ചോദിച്ചു ഇത്രയേ ഉള്ളൂ, വേഗം അങ്ങ് തീർത്തിട്ട് പോവാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് യോർക്ക്ഷയർ കേർഡ് ചീസ് കേക്ക്. ചീസ് കേക്കാണ്. ചീസ് കേക്കാണ്. ഓക്കെ. ഈ ചീസ് കേക്ക് നമ്മൾ ജെലറ്റിൻ ചേർത്തതാണോ അതോ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്? ബേക്ക്ഡ് ചീസ് കേക്കാണ്. ഓക്കെ, ബേക്ക്ഡ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് സാധാരണ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ചീസ് എന്ന് പറയുന്നത് നമ്മൾ വലിയ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ചീസൊന്നുമല്ല. നമ്മുടെ സാധാരണ തൈരിൽ നിന്ന് എടുക്കുന്ന കോട്ടേജ് ചീസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ. തൈര് ഹാങ് ചെയ്തിട്ട് അതിന് ഹാങ് കേർഡ് അതാണ് അല്ലേ? ചീസ് കേക്കിന് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ഡോ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെന്താണ്? അതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഷോർട്ട് ക്രസ്റ്റ് ആണ്. അതിന്റെ ബേസ്. ഓക്കെ. ഈ ഡോന്റെ പേര് ഷോർട്ട് ക്രസ്റ്റ് ആണ്. ഇതിന് പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മൈദ, ബട്ടർ, സോൾട്ട്, കോൾഡ് വാട്ടർ, എഗ്ഗ്, ഇത്രയാണ്. ഇതിന്റെ ചെറിയൊരു എമൗണ്ട് ഷുഗർ കൂടെ അതിലുണ്ട്. ഈ ഒരു പഫ് പേസ്ട്രി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ. അപ്പോൾ അത് ഇൻഗ്രീഡിയൻസ്, ഈ ഡോയിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം ആണ്, പക്ഷേ അതിൻ്റെ മെത്തേഡ് ഓഫ് മേക്കിംഗ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതെങ്ങനെയാണെന്ന് ഷെഫ് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഈ ഷോർട്ട് ക്രസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ മൈദയും ബട്ടറും കൂടി തിരുമ്മി ഒരു ബ്രെഡ് ക്രംസിൻ്റെ നമ്മൾ പുട്ടിനൊക്കെ തരി പിടിക്കുന്നത് അതുപോലെ അല്ലേ? അങ്ങനെ മൈദയിൽ ആ ബട്ടർ എല്ലാ ഭാഗത്തും ഉണ്ടാവണം. അങ്ങനെ തരി പിടിച്ച് കൈ കൊണ്ട് ഇങ്ങനെ. അത് ബ്രെഡ് ക്രംസിന്റെ ഒരു രീതിയിലാണ് നമുക്ക് തരി, ഈ പുട്ടിന്റെ തരി പോലെ നമ്മൾ വെള്ളം ചേർത്ത് പിടിക്കുന്ന പോലെയുള്ളൊരു ഇതാണ് ഉണ്ടാവുക. അതിലേക്ക് എഗ്ഗും പഞ്ചസാരയുടെ പൊടി, കുറച്ച് സോൾട്ടും കൂടെ ചേർത്ത് അത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തിട്ട് കുഴയ്ക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ തണുത്ത വെള്ളം, ഐസ് കോൾഡ് വാട്ടറാണ് അതിന് ഉപയോഗിക്കുന്നത്. കൂടുതൽ ഇത് ഉരച്ച് നമ്മൾ വല്ലാതെ കൂടുതൽ നീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വല്ലാണ്ട് ബലം വരും. ഒരുപാട് ബലം കൊടുത്തിട്ട് കുഴയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് ആ ഒരു ഡോയിന്റെ പരുവം ആയി വന്നാൽ മതി. അത്രയും മതി. അപ്പോൾ അതിനു വേണ്ടി അങ്ങനെ ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇതാണത് ഡോ. ഇത് പരത്തിയിട്ട് എങ്ങനെയാണ് ഈ മോൾഡിലേക്ക് ഇടുന്നതെന്ന് ഇപ്പോൾ അതിനുവേണ്ടി എനിക്ക് ഒരു അസിസ്റ്റൻ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അസിസ്റ്റൻറ്റ് വിളിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഷെഫിന് ഇത് പരത്തി അതൊന്ന് ആ പാനിലേക്ക് ആക്കണമെങ്കിൽ ഒരാൾ അസിസ്റ്റ് ചെയ്യാൻ വേണം. അത് എനിക്ക് തൽക്കാലം അറിയാത്തത് കൊണ്ട് നമുക്ക് വേറൊരു ഷെഫിനെയും കൂടി വിളിക്കാം. തൽക്കാലം ഞാൻ അതുവരെ മാറിയിരിക്കാം. അടുത്ത പ്രോസസ്സ് ആകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ. അപ്പോൾ ഞാനിത് ഷോർട്ട് ക്രസ്റ്റ് ആണ് ഇതിൻ്റെ ബേസ്. ഈ കേക്കിൻ്റെ യോർക്ക്ഷയർ കേർഡ് ചീസ് കേക്കിൻ്റെ ബേസ് ഷോർട്ട് ക്രസ്റ്റ് ആണ്. അതിൻ്റെ ബേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റിനെ വിളിക്കുകയാണ്. മിസ്റ്റർ അനുരഞ്ജ്, പ്ലീസ് കം. അപ്പോൾ നമുക്ക് ഇപ്പോൾ അനുരഞ്ജ് വന്നിട്ട് ഇതിൻ്റെ യോർക്ക്ഷയർ കേർഡ് ചീസ് കേക്കിൻ്റെ ബേസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഈ ബട്ടർ പേപ്പറിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ, പരത്തുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമ്മൾ കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ അത് മൈദ ഡസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷോർട്ട് ക്രസ്റ്റ് ബേസ് ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ്. ഇത് പരത്താൻ വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പർ കൂടെ ഈ മൈദയുടെ മുകളിൽ ഈ ബേസിൻ്റെ മുകളിലേക്ക് വയ്ക്കുക.
ഇത് ഈ പരത്തുന്ന എങ്ങനെയാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇത് കൂടുതൽ നമ്മൾ പ്രഷർ ഉപയോഗിക്കാതെ പരത്തണം. അതായത് കൂടുതൽ പ്രഷർ ഉപയോഗിച്ച് പരത്തി കഴിയുമ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ക്രിസ്പ്നെസ് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഈ ക്രിസ്പി നമുക്ക് പോയിട്ട് വല്ലാത്ത ഹാർഡാവും ഈ പേസ്റ്റ്. അതുകൊണ്ട് ഇത് വളരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് നമ്മൾ വളരെ സോഫ്റ്റായിട്ട് ഹാൻഡിൽ പരത്തണം. ഇത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ, ബട്ടർ പേപ്പറിലാണ് നമ്മൾ പരത്തുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മറിച്ചിടാൻ എളുപ്പമുണ്ട്. അത് താഴെ വീഴാതെ നമുക്ക് മറിച്ചിടാം. അപ്പോൾ ഇത് പരത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് ഈ മോൾഡിലേക്ക് നമ്മളെടുത്ത് മോൾഡിലേക്ക് ഇടുന്നതെന്ന് കാണിക്കാം. പെട്ടെന്ന് തന്നെ എടുത്ത് നമ്മൾ ഈ മോൾഡിലേക്ക് ഇടണം. അത് കുറച്ച് പ്രാക്ടീസ് വേണ്ടൊരു കാര്യമാണ്. നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഡോ എടുത്ത് സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് ഇത് പരത്തി നമ്മളത് മറിച്ച് അതിനകത്തേക്ക് ഇട്ടതാണ്. മോൾഡ് ചെയ്തു. ഇനിയിപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ എഡ്ജസ് ഒന്ന് ശരിയാക്കാനുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ മോൾഡിൻ്റെ ബേസ് ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിപ്പോൾ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഇതൊന്ന് ഒരു ഹാഫ് ബേക്ക് ചെയ്തെടുക്കണം. അതാണ് ഇപ്പോൾ അടുത്ത പ്രോസസ്സ്. ഇതിൻ്റെ അതാണ് മിക്കവാറും എല്ലാ ചീസ് കേക്കിൻ്റെ ബേസും ഷോർട്ട് കസ്റ്റാണ്. അതാണിത്. ഈ സാധനം ഇത് ഇപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിപ്പോൾ ഇതിന് ബേസായി. ഇത് ഒരു 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഷോർട്ട് കസ്റ്റ് പേസ്ട്രി ബേസ് ഇപ്പോൾ ബേക്ക് ചെയ്യാൻ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഇൻഗ്രീഡിയൻസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ആങ്കർ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് വിശദീകരിക്കാനായിട്ട് ആങ്കർ നമുക്ക് ക്ഷണിക്കാം. ഹലോ. ഹായ് ഷെഫ്, നമ്മുടെ ഷോർട്ട് ക്രസ്റ്റ് റെഡിയായി അല്ലേ? അതെ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പോയിട്ട് നമ്മുടെ ഫില്ലിങ്ങിനുള്ള ഹാങ് കാർഡ് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ആ സമയം നമുക്ക് ലാഭിക്കാമല്ലോ. നമുക്ക് ഫില്ലിങ് റെഡിയാക്കിയാലോ? അപ്പോൾ നമുക്ക് ഇത് പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതാണ് ഹാങ് കാർഡ് ആണ്. കാർഡാണിത്. കേട് നമ്മൾ ഡ്രെയിൻ ചെയ്ത് എടുത്തതാണ് സാധാരണ കേട്. ശരിക്കും ഒരു ക്ലോത്തിൽ ഇട്ടിട്ട് അങ്ങനെ മസ്ലിൻ ക്ലോത്തിൽ കെട്ടിവെച്ച് ഇതിൻ്റെ വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം എടുത്തതാണത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇത് കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ബേസ്, അതായത് ഈ ഷോർട്ട് കസ്റ്റ് നമ്മുടെ ബേസിൽ ഇതാണ് നിറയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഒരു ഫില്ലിങ് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് ഇപ്പം നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് ആദ്യം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതിപ്പോൾ ഹാങ് കാർഡാണ്. ഇതിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ബൗളിലേക്ക് മാറ്റും. ഇത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്? ഇത് നമ്മളൊരു 300 ഗ്രാംസ് ഉണ്ട്. 300 ഗ്രാംസ് ഓഫ് ഹാങ് കാർഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 2 എഗ്ഗ്, ഫുൾ എഗ്ഗാണ്. 2 എഗ്ഗ് ഇതിൽ ചേർത്തി. പിന്നെ പഞ്ചസാര ഉണ്ട്. പൗഡർഡ് ഷുഗർ ആണ് അല്ലേ? ഷുഗറാണിത്. അത് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്? ഇതൊരു 75 ഗ്രാംസ് ഉണ്ട്. 75 ഗ്രാംസ്. ഇതും കൂടെ ചേർത്തി നമ്മൾ ആ ഷോർട്ട് ക്രസ്റ്റ് ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് കാര്യങ്ങൾ. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ, അതൊന്ന് മിക്സ് ചെയ്ത്. പിന്നെ ഇതൊരു എഗ് വൈറ്റ് കൂടെ ഇതിൽ, ഈ 2 എഗ്ഗ് നമ്മൾ ചേർത്തത് കൂടാതെ ഒരു എഗ് വൈറ്റും കൂടി ചേർക്കണം. നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കുകയാണ്. ചുമ്മാ നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മതിയല്ലേ? ഇത് ഒരു വുഡൻ സ്പൂണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് സ്പാച്ചുല, ഈ റബ്ബർ സ്പാച്ചുല ഉണ്ടെങ്കിൽ നല്ലത്. ഇത് മിക്സ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്യാൻ ഇതിലേക്ക് നമ്മൾ മെൽറ്റഡ് ബട്ടർ കുറച്ച് ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 1 ടേബിൾ സ്പൂൺ അല്ലേ? ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ട്. മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടറാണ്. ഇത് നമ്മൾ ഈ മിക്സിലേക്ക് ചേർക്കുക. ഓക്കെ. അങ്ങനെ നമ്മൾ ഈ ഫില്ലിംഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേക്ക് മേളയിൽ ഇനി ഒരു ബ്രേക്ക് വേണ്ടേ? ഒരു ഷോർട്ട് ബ്രേക്ക്. കേർഡ് ചീസ് കേക്കിൻ്റെ ഫില്ലിംഗ് ആണിത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു.
ഈ എഗ് വൈറ്റ് എപ്പോഴാണ് ചേർക്കുന്നത്? എഗ് വൈറ്റ് അവസാനം ലാസ്റ്റ് ആണ്. അവസാനം ചേർക്കും. ഇത് കുറച്ച് ലെമൺ റിൻഡ് ഇതിൽ ചേർക്കണം. നമ്മൾ ലെമൺ റിൻഡും ഓറഞ്ച് റിൻഡും ഒക്കെ എടുക്കുന്ന കാര്യം മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ലെമണിന്റെ സ്കിൻ മാത്രം ആ ഉള്ളിലത്തെ വൈറ്റ് പാർട്ട് വരാതെ ഗ്രേറ്റ് ചെയ്ത് വെക്കുക, അതാണ് ലെമൺ റിൻഡ്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ ലെമൺ റിൻഡ് ചേർത്തു, മിക്സ് ചെയ്തു. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഓഫ് ജാതിക്കയുടെ പൊടി, നെറ്റ്മെഗിൻ്റെ പൊടി ഞങ്ങൾ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതിപ്പോൾ കുറച്ച് ഒരു അധികം വേണ്ട, കുറച്ചൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ചേർത്തു, ഒരു പിഞ്ച് അത് ചേർത്തു. ശരിക്കും ആ ലെമണിൻ്റെ ആണ് ഫ്ലേവർ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ലെമൺ റിൻഡ് ചേർത്തപ്പോൾ അതെ പൊതുവെ ചീസ് കേക്കിന് ഒരു ചെറിയൊരു പുളിപ്പ് ടേസ്റ്റ് വരാറുണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയുന്ന കാര്യമാണ്. ചീസ് കേക്കിൽ ഒരു പുളിപ്പ് വരുന്നത് മൊത്തം സ്വീറ്റ്നെസ് മാത്രമല്ലാതെ കുറച്ച് പുളിപ്പും കൂടി ഉണ്ടാവും. ഈ ബേസ് കൂടെ ചേർത്ത് കഴിക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ ടേസ്റ്റ് ഉണ്ടാവുന്നത്. നമ്മുടെ ഷോർട്ട് ക്രസ്റ്റും കൂടി അല്ലേ, അത് കുറച്ചിങ്ങനെ ക്രഞ്ചി ആയിരിക്കും. അതെ. അപ്പോൾ ഇതിലേക്ക് ഈ റൈസ് ബ്ലാക്ക് കറൻസ് നമ്മൾ ഈ മിക്സിലേക്ക് ചേർക്കുകയാണ്. ഓക്കെ, ബ്ലാക്ക് കറൻസ് ചേർത്തു. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ഫില്ലിങ് നമുക്ക് ചെയ്യാം. ഇതിങ്ങനെ നല്ല ഫൈനായിട്ട് അങ്ങനെ ലംസ് ഇല്ലാതെ വരുന്ന അങ്ങനെയൊന്നും ഇല്ല അല്ലേ? ഇത് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ലംസൊക്കെ പോകും. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ മറ്റേ ഹാൻഡ് മിക്സർ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റുമോ? മിക്സ് ചെയ്യാമല്ലേ? കുറച്ചും കൂടി ഈസി ആയിരിക്കും കാര്യങ്ങൾ. ഹാൻഡ് മിക്സർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മിക്സ് ചെയ്താൽ ഇത്രയും പണി ചെയ്യേണ്ടി വരില്ല, വേഗമാവും. ഇതിപ്പോൾ ആ ഐസിങ് ഷുഗറിൻ്റെ ആണ് ഇടയ്ക്ക് ഇങ്ങനെ ലംസ് പോലെ കിടക്കുന്നത്. കുറച്ച് സമയം നമ്മൾ മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി യോജിച്ച് വരും. അപ്പോൾ ഇതിൻ്റെ മിശ്രിതം ഓൾമോസ്റ്റ് ശരിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ എഗ് വൈറ്റ് നമുക്ക് ഇതിൽ ചേർക്കാം. ഈ എഗ് വൈറ്റ് ചേർക്കുന്നത് അതിൻ്റെ ആ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണോ? എഗ് വൈറ്റ് ചേർത്ത് കഴിയുമ്പോൾ ഇതിന് കുറച്ചുകൂടെ ഫ്ലഫി ആയിരിക്കും, ഇത് കുറച്ച് വോള്യൂം കൂടും. അതാണ് ഇപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ എഗ് വൈറ്റ് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ അകത്തെ ഫില്ലിംഗ് സോഫ്റ്റ് ആയിരിക്കും ചെയ്യും, പുറത്ത് ആ ക്രസ്റ്റ് കുറച്ച് ഇങ്ങനെ ക്രഞ്ചി ആയിരിക്കും അല്ലേ? ഈ ഫില്ലിംഗ് ഉണ്ടല്ലോ, ഫില്ലിങ്ങിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റാണ് നമ്മൾ എഗ് വൈറ്റ് ചേർക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ആ ഫില്ലിങ്ങിൻ്റെ ഒരു ഫ്ലഫിനെസ് ഉണ്ടല്ലോ, അത് എഗ് വൈറ്റ് ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതല്ലാതെ നമ്മൾ ജെലറ്റിൻ ഒക്കെ ചേർത്ത് ഫില്ലിംഗ് അല്ലേ, നമ്മൾ തണുപ്പിച്ച് കോൾഡ് ചീസ് കേക്ക്. അപ്പം നമ്മൾ മറ്റേ പാർട്ട് ക്രസ്റ്റിന് നമ്മൾ ബിസ്ക്കറ്റ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ അല്ലേ? ബിസ്ക്കറ്റും ബട്ടറും കൂടി ചെയ്തിട്ട് അത് ക്രസ്റ്റ് ഈ ഷോർട്ട് ക്രസ്റ്റ് എല്ലാ ചീസ് കേക്കിനും ചെയ്യാറുണ്ടല്ലേ? ഇപ്പം നമ്മൾ ഈ ഷോർട്ട് ക്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അകത്തെ ഫില്ലിംഗ് നമുക്ക് ജെലറ്റിൻ ചേർത്ത് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ബേക്ക് ചെയ്യുന്ന ഇതിൽ പറ്റില്ല അല്ലേ? ബേക്ക് ചെയ്യുമ്പോൾ ഈ ജെലറ്റിൻ ചേർക്കാൻ പറ്റില്ല. ഇല്ല, ബേക്ക് ചെയ്യാത്ത കോൾഡ് ചീസ് കേക്കിന് മാത്രമേ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് സെറ്റ് ചെയ്യുന്നത്. അതെ, ഇതിപ്പോൾ നമ്മൾ ജെലറ്റിൻ ചേർക്കാത്തതായതുകൊണ്ട് ഇത് ബേക്ക് ചെയ്തിട്ട് സെറ്റ് ആക്കുകയാണ്. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഈ ലെമൺ റിൻഡ് എന്ന് പറഞ്ഞ സംഭവം ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ല ഈ ഒരു റെസിപ്പിന്ന്. കാരണം മെയിൻ എനിക്ക് തോന്നുന്നു ഫ്ലേവറിങ് ഏജന്റ് അതാണ് അല്ലേ? നല്ല ഫ്ലേവർ വരുന്നത് ലെമൺ റിൻഡ്. കുറച്ചുകൂടെ പിന്നെ ഞാൻ ഈ നട്ട്മെഗ് കുറച്ചുകൂടെ ഇതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കർഡ് ചീസിലേക്ക് ഐസിങ് ഷുഗർ ഇട്ട് മിക്സ് ചെയ്തു, നന്നായിട്ട് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലെമൺ റിൻഡ് ചേർത്തു, മെൽറ്റഡ് ബട്ടർ ചേർത്തു, പിന്നെയും നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ അതിലേക്ക് ബ്ലാക്ക് കറൻസ് ചേർത്തു. ഏറ്റവും ലാസ്റ്റ് എഗ് വൈറ്റ് ചേർത്തു, ഒരു എഗ് വൈറ്റ്. ആദ്യം 2 മുട്ട ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഒരു എഗ് വൈറ്റ് ചേർത്തു. അത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫില്ലിംഗ് റെഡിയാക്കിയിരിക്കുന്നത്. കേക്ക് മേക്കിങ്ങിൻ്റെ കൗതുകങ്ങൾക്കിടയിൽ ഒരു ഷോർട്ട് ബ്രേക്ക് കൂടി. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയല്ലേ ഷെഫ്? അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ്
റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ക്രസ്റ്റ് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചത് റെഡി ആയിണ്ടാവോ? തീർച്ചയായിട്ടും അത് റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തിന് വിളിച്ച് ബേക്ക് ഇത് റെഡി ആയി അല്ലേ? അതെ, ബേസ് നമ്മൾ ഹാഫ് ബേക്ക് ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഇതിപ്പോ ഫുള്ളി ആ ക്രഞ്ചിനെസ് ഒന്നും വന്നിട്ടുണ്ടാവും തോന്നുന്നില്ല, ഇങ്ങനെ ഇത്തിരി കുറച്ച് സോഫ്റ്റ് ആണല്ലേ ഇപ്പോഴും. ഇതിപ്പോൾ ഇനി നമ്മൾ വീണ്ടും ഈ ഫില്ലിംഗ് ഒഴിച്ചിട്ട് വീണ്ടും നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട് വീണ്ടും ഇനി എത്ര സമയം വെക്കണം? ഇതൊരു 25 മിനിറ്റ്സ് ഇവിടെ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഫില്ലിങ് ഇത് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ട് ഇത് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഇത് കുറച്ച് റൈസ് ആവുമോ? ഇത് റൈസ് ആവും. ആണ്, എഗ് വൈറ്റ് ഒക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് അല്ലേ? ഇത് റൈസ് ആവും. ഓക്കെ, റൈസ് ആയാലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തണുത്ത് തുടങ്ങുമ്പോൾ ഇത് പതുക്കെ താഴ്ന്നു വരും. ഈ ഷോർട്ട് ക്രസ്റ്റ് നമ്മൾ 200 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ഹാഫ് ബേക്ക് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ ഫില്ലിംഗ് ഒഴിച്ച് ഇനി ഈ ഫില്ലിങ്ങും കൂടി ഒഴിച്ചിട്ട് 200 ഡിഗ്രിയിൽ തന്നെ 25 മിനിറ്റ്സ് വെച്ചിട്ട് ബേക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് ചീസ് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് കാണാം. നമ്മുടെ ചീസ് കേക്ക് ബേക്കായ ഒരു മണമൊക്കെ എനിക്ക് നല്ലോണം വരുന്നുണ്ട്. ഇപ്പൊ റെഡി ആയിട്ടുണ്ടാവും അല്ലേ? കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അസിസ്റ്റന്റിനെ വിളിക്കാം. അസിസ്റ്റന്റ് കേക്ക് റെഡിയായി. ആഹാ, ആ ക്രസ്റ്റ് ഒക്കെ ഇപ്പോഴാണ് ശരിക്കും ആ ഒരു ഗോൾഡൻ ക്രസ്റ്റ് കളറായിട്ടുണ്ട്. നമുക്കിപ്പോൾ കേക്ക് റെഡിയായി. നമുക്ക് ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടാണല്ലേ എടുക്കുന്നത്? അതെ, നമ്മളിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ നമ്മൾ ചീസ് കേക്ക്സ് ഉണ്ടാക്കുമ്പോൾ അതിന് ടോപ്പിംഗ്സ് കൊടുക്കാമല്ലോ അല്ലേ? ടോപ്പിങ്ങിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേ ഓറഞ്ചോ അതെ ഫ്രഷ് ഫ്രൂട്ട്സോ ഒക്കെ ടോപ്പിംഗ്സ് കൊടുക്കാം. ഇത് കട്ട് ചെയ്യുമ്പോഴും കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് കട്ട് ചെയ്യുക. ആ ക്രസ്റ്റ് ഇങ്ങനെ പൊടിഞ്ഞു പോവാതെ കട്ട് ചെയ്തെടുക്കാം. ചീസ് കേക്ക് ഒന്ന് കഴിച്ചു നോക്കൂ, എന്നിട്ട് പറയൂ എങ്ങനെയുണ്ട്. നീണ്ട കാത്തിരിപ്പിന് ശേഷം കിട്ടിയ ചീസ് കേക്കാണ്. കഴിക്കാതെ പോകുന്നത് ശരിയല്ലോ അല്ലേ? കഴിച്ചു നോക്കിയിട്ട് പറയാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതാണ് ഞാൻ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഗൂഗിളും പാർക്കിലും വന്നിട്ട് ഷെഫിൻ്റെ അടുത്ത് വന്ന് ഓരോ പുതിയ പുതിയ റെസിപ്പീസ് ചോദിക്കുന്നത്. കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാം സൂപ്പർ ടേസ്റ്റാണെന്ന്. കാരണം ആ കേർഡും പിന്നെ ആ ലെമൺ ഡ്രിങ്കിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം അല്ലേ? അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾ കേക്ക് മേളയിലൂടെ പുതിയ പുതിയ റെസിപ്പീസുമായി വീണ്ടും വരും.